സംസ്ഥാന ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന കേരള യൂറോപ്യൻ യൂണിയൻ ദ്വിദിന കോൺക്ലേവിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. സമുദ്രാധിഷ്ഠിത സാമ്പത്തിക വളർച്ചയിലൂടെയുള്ള സുസ്ഥിര വികസനവും തീരമേഖലയുടെ സമഗ്ര സമ്പദ് വ്യവസ്ഥയിലെ പങ്കാളിത്തവും ലക്ഷ്യമിട്ടുള്ള സമ്മേളനത്തിൽ 500-ലധികം പ്രതിനിധികളാണ് പങ്കെടുക്കുക. ബ്ലൂ ടൈഡ്സ്, രണ്ട് തീരങ്ങൾ ഒരേ കാഴ്ചപ്പാടെന്ന പ്രമേയത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സഹകരണത്തോടെയാണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ദ്വിദിന കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. സമുദ്രാധിഷ്ഠിത സാമ്പത്തിക വളർച്ചയിലൂടെയുള്ള സുസ്ഥിര വികസനവും മത്സ്യമേഖലയിലെയും തീരദേശ സമ്പദ് വ്യവസ്ഥയിലെയും പങ്കാളിത്തവുമാണ് കോൺക്ലേവിന്റെ ലക്ഷ്യം. കോൺക്ലേവിന്റെ ഭാഗമായി അംബാസിഡർമാരും പ്രതിനിധികളും കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥരും കോവളം ഹവ്വ ബീച്ചിലെ പരമ്പരാഗത മത്സ്യബന്ധന കേന്ദ്രം, വിഴിഞ്ഞം തുറമുഖം, ക്രാഫ്റ്റ് വില്ലേജ് എന്നിവ സന്ദർശിക്കും. ശേഷം കേരളത്തിന്റെ തീര മത്സ്യമേഖലയുടെ സാധ്യതകളെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പ് പ്രതിനിധികൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തും. രണ്ട് തീരങ്ങൾ ഒരേ കാഴ്ചപ്പാട് എന്ന പ്രമേയത്തിൽ കോവളത്ത് നടക്കുന്ന സമ്മേളനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ചടങ്ങിന് പങ്കെടുക്കും. 6 പാനൽ സെക്ഷനുകൾ ഉള്ള കോൺക്ലേവിൽ 500-ലധികം പ്രതിനിധികളാണ് പങ്കെടുക്കുക. ഫിൻലാൻഡ്, ഫ്രാൻസ്, പോളണ്ട്, ഇറ്റലി തുടങ്ങി 17 യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾ സമ്മേളനത്തിനെത്തും. നീല സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് ഇന്ത്യയിലെയും യൂറോപ്പിലെയും വിദഗ്ധർ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും പങ്കാളിത്തം സ്ഥാപിക്കുകയും ചെയ്യും. മറൈൻ ലോജിസ്റ്റിക്സ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം, തീരദേശ ടൂറിസം തുടങ്ങിയ മേഖലകളിലെ കേരള യൂറോപ്യൻ യൂണിയൻ പങ്കാളിത്തവും സമ്മേളനം ചർച്ച ചെയ്യും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.